സ്ട്രീം ഹോമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ വ്യത്യസ്തവും പുതുമയും അറിഞ്ഞൊരു വീടാണ് ഇന്ന് ജുവൽ ഹോം സ്ട്രീം ഹോമിലൂടെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ചെങ്ങന്നൂർ സ്വദേശി മിസ്റ്റർ സേതുവിൻ്റേതാണ് ഈ വീട്. ഞങ്ങൾ വീടെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. നമ്മൾ വളരെ കാലമായിട്ട് നമ്മൾ ചിന്തിച്ച് നമ്മളൊരു വീട് വെക്കുകയാണ്. അപ്പോൾ അങ്കിളിൻ്റെ സ്വപ്നത്തിലുള്ള വീട് എങ്ങനെയായിരുന്നു? ഇത് പഴയൊരു തറവാടായിരുന്നു. തറവാടായിരുന്നു? അതെ, ഒരു 100 വർഷം പഴക്കമുള്ള തറവാടായിരുന്നു. പക്ഷെ അത് പൊളിച്ചിട്ട് നല്ലൊരു പഴയ മോഡലും ഇപ്പോഴത്തെ ആധുനികയും രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു വീട് വേണമെന്നായിരുന്നു ആഗ്രഹം മനസ്സിൽ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അർജുന സാറിൻ്റെ ഒരു ഫീച്ചർ മംഗളത്തിനകത്ത് വന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം വന്ന് കണ്ടു. നമുക്ക് എൻ്റെ മനസ്സിലും മൊത്തമായിട്ട് ഞങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാവുന്ന രീതിയിൽ ഒത്തിരി സ്ഥലവും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മനസ്സിന് ഒത്തൊരു വീട് അദ്ദേഹം അതെല്ലാം ഈശ്വരൻ്റെ കൃപയിലെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നു. ഇപ്പോൾ ഇവിടെ ആരൊക്കെ താമസിക്കുന്നത്? ഞാനും വൈഫും മൂത്ത മോനും ആൺകുട്ടികളും. ഞാനിപ്പോൾ ചെങ്ങനെ ഒരു ബിസിനസ് നടത്താം, ഹോട്ടൽ ബിസിനസ്. ആൻറ്റി ഹൗസ് വൈഫ്. മൂത്തവനെ 2 ആൺകുട്ടികളാണ്. മൂത്തവൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്, ഫൈനൽ ഇയറാണ്. മറ്റേ 9th. വീട്ടിലേക്ക് ആദ്യം കയറി വരുമ്പോൾ ശ്രദ്ധിച്ചു വെച്ചാൽ എൻ്റെ ഒരു വരാന്തയാണ്. ഒത്തിരി പഴയ വീടിനൊക്കെ ഉള്ള ഒരു മോഡലല്ലേ, നീളമുള്ള വരാന്ത. അപ്പൊ അത് വേണം നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ പഴയ വീടിന്റെ അതേ നിലനിർത്തി വലിയൊരു വരാന്തയും നിറയെ തൂണുകളും അങ്ങനെയുള്ള മുറ്റങ്ങളും ഗാർഡനും അങ്ങനെ കൂടുതൽ ഏരിയ വിസ്തീർണ്ണമുള്ളത് നമുക്ക് മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതനുസരിച്ച് തന്നെയാണ്. ഈ മുറ്റൊക്കെ ഇത്ര ഉണ്ടായിരുന്നു പഴയ വീടിന്? അത് കൂട്ടിയെടുത്താണ്? കുറേ കൂട്ടിയെടുത്താണ്. ഈ വീടിൻ്റെ വരാന്തയിൽ നിന്ന് നമ്മൾ അടുത്തായിട്ട് കയറിയുന്ന ഡ്രോയിങ് റൂമിലാണ്. ഡ്രോയിങ് റൂം അതിവിശാലമാണ്. അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒത്തിരി ഫർണിച്ചർ കൊണ്ട് ഇത് ക്രമീകരിച്ചിട്ടുണ്ട്. ആൻറ്റി എന്തൊക്കെ ഫെസിലിറ്റീസ് ആയിരുന്നു ആൻറ്റി പറഞ്ഞിരുന്നത് ഇവിടെ ഡ്രോയിങ് റൂമിനെ പറ്റിയിട്ട്? വളരെ വിശാലമായിട്ടുള്ള ഡ്രോയിങ് റൂമായിരുന്നു മനസ്സിൽ ഉദ്ദേശിച്ചിരുന്നത്. അറിയുന്നവരെയും അതെ, അതെന്ന് പഴയ വീടിൻ്റെ പഴയ അത് നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പണിഞ്ഞത്. 100 വർഷത്തോളം പഴക്കമുള്ള അറയുന്നിരയാണ്. ഇപ്പോൾ ഞങ്ങൾ പൂജാമുറിയായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. ഇത് പണ്ടത്തെ വീടിന്റെ അത് അങ്ങനെ തന്നെ നിർത്തിയിരുന്നു? അതെ, അത് പിന്നെ പോളിഷ് ചെയ്തെടുത്തു. ഇപ്പൊ പൂജാമുറിയാണ്? പൂജാമുറിയായിട്ട് ഇപ്പൊ ഉപയോഗിക്കുന്നത്. പണ്ടപ്പോ എന്തായിട്ട് ഉപയോഗിച്ചത്? പണ്ട് പിന്നെ നെല്ലൊക്കെ ഇടാനായിട്ട് ഉപയോഗിക്കുന്ന. പിന്നെ അതൊന്നും ഇല്ലല്ലോ. അതെ. പിന്നെ ഇതിന്റെ ഫ്ലോറിംഗ് ഒക്കെ എന്താ ചെയ്തിരിക്കുന്നത്? ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ്.
ഡ്രോയിങ് റൂമിൻ്റെ വളരെ അടുത്തായിട്ട് എൻ്റെ വളരെ മനോഹരമായിട്ട് അതേസമയം വളരെ ചെറുതുമായിട്ടൊരു നല്ലൊരു നടുമുറ്റം ഒരുക്കിയിട്ടുണ്ട്. അങ്കിൾ എന്താണ് നടുമുറ്റം ഇഷ്ടമായിരുന്നു അതോ പണ്ടത്തെ വീടുണ്ടായിരുന്നു? പണ്ടത്തെ വീടുണ്ടായിരുന്നു, പുതിയ വീട് വെച്ചപ്പോൾ നടുമുറ്റം വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ല രീതി നടുമുറ്റം സാധാരണ നമ്മൾ കാണുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടൊരു രീതി, തടിയുടെ ഒക്കെ. ഇതിപ്പോൾ ഒരു മോഡേൺ രീതിയാണ് അല്ലേ? ഇതിപ്പം മേളത്തിൽ എന്ന് പറഞ്ഞാൽ പഴയ വീടിൻ്റെ തന്നെ മച്ചെടുത്ത് വെച്ചാണ് അത് പോളിഷ് ചെയ്തെടുത്ത്. ശരി. അപ്പം നടുമുറ്റത്തിന് അനുബന്ധിച്ച് തന്നെ ആയിരിക്കും ബെഡ്റൂം? 5 ബെഡ്റൂം ഉണ്ട്. ഇതിപ്പം ഗസ്റ്റ് റൂമാണ്. ഇത് മൂത്ത മകൻ്റെ. താഴെ ഇപ്പം എത്ര ബെഡ്റൂം? താഴെ 5 ബെഡ്റൂം ഉണ്ട്. 5 ബെഡ്റൂം. ഇത് ഇളയ മോൻ്റെ. ഇങ്ങനൊരു സ്പേസ് ഇവിടെ കൊടുക്കാൻ കാരണം വെച്ചാൽ നമ്മൾ സാധാരണ TV ഒക്കെ കാണുന്ന ഡ്രോയിങ് റൂമിലായിരിക്കുമല്ലോ ആദ്യം ക്രമീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബെഡ്റൂമിന്റെ രണ്ടിനും നടുക്കായിട്ട് ഇങ്ങനെ കൊടുക്കാൻ കാരണം എന്താ? എല്ലാം ഇപ്പം മറ്റേ TV കാണുന്ന ഒരു സെറ്ററല്ലേ, പിന്നെ പ്രത്യേക സെപ്പറേറ്റ് സ്പേസ് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഈ വീട് ഇത്രയും മനോഹരമായി അണിയിച്ചൊരുക്കിയ എൻ്റെ ഡിസൈനർ അർജുൻ സാർ നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. സാർ, എന്തൊക്കെ ആവശ്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത് ഈ വീട് വെക്കാൻ നേരത്തെ? ഇതിൻ്റെ അതേ സാർ എന്നെ ഒന്ന് കാണുന്നത് തന്നെ എൻ്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ പത്രത്തിൽ അങ്ങനെ കണ്ടിട്ട്, ഈ അവരുടെ ഒരു തറവാട് വീടായിരുന്നല്ലോ. അപ്പോൾ ഒരു തറവാട് വീട് അവർക്കൊരു പുതിയ അതുപോലത്തെ ഒരു വീട് പണിയെന്നുള്ള ആഗ്രഹം ആണ് പ്രകടിപ്പിച്ചത്. അപ്പം ഞാൻ ഇവിടെ വീട് വന്ന് കണ്ടപ്പോൾ ഒരു പഴയ തറവാടാണ്. അപ്പോൾ പഴയ തറവാട് ഞാൻ പറഞ്ഞില്ല, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ അറയും നിരയും കൂടി ഒരു വീടായിരുന്നുള്ളൂ. അതൊരു 100 വർഷത്തോളം പഴക്കമുള്ള ഒരു തറവാട് വീടായിരുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു 32ഓളം മുറികളുള്ള ഒരു വലിയ വീടായിരുന്നു നിലവിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെ അവർക്ക് പിന്നെ ഒരു പുതുക്കി ഒരു നല്ല വീട് പണിയണം. അപ്പോൾ ആ തറവാട് ആയിട്ടുള്ള ആ മെയിൻ അറയും നിരയും നിലനിർത്തിക്കൊണ്ട് ഒരു മോഡേൺ രീതിയിൽ ചെയ്യണം. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രകടിപ്പിച്ച ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ വാസ്തുവിദ്യ അനുസരിച്ചിട്ട് ഇത് അറിയാന്നുള്ളവർ മാത്രമേ ഇത് ചെയ്താൽ ശരിയാവുള്ളൂ എന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഭയവും അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വാസ്തുവിദ്യ കൈകാര്യം ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിലായിരുന്നു അവരെന്നെ ആദ്യമായിട്ട് സമീപിച്ചത്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ അത് കണ്ടപ്പോഴും എനിക്കും അത് വളരെ ശാസ്ത്രവിധി പ്രകാരം ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് ബോധ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ വന്ന കാര്യങ്ങൾ ആദ്യത്തെ ഫസ്റ്റ് ഒരു ചർച്ചയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഗുരുവായ കാണിപ്പയ്യർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. അദ്ദേഹവും ഞാനും കൂടെ വന്ന് മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടെ സ്വീകരിച്ചിട്ടാണ് നമ്മൾ കൺസ്ട്രക്ഷനിലേക്ക് പോകുന്നത്. ഗൃഹനിർമ്മാണത്തിൽ അതിൻ്റെ സത്യസന്ധത പുലർത്തിക്കൊണ്ട് അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ നമ്മൾ വിലയിരുത്തിക്കൊണ്ട് അതിനെ നമ്മൾ ആധുനിക രീതിയിലോട്ട് ഒരു നിർമ്മാണത്തിലേക്ക് പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് ഇത്തരം ജീവനുള്ള വീടുകൾ നമുക്ക് വീണ്ടും പണിയാൻ കഴിയും എന്നുള്ളതിന് ഒരു ചെറിയ ഉദാഹരണമാണ് നമ്മുടെ ഈ നിർമ്മാണം. സാർ, അതുപോലെ ഈ നടുമുറ്റത്തിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് ബെഡ്റൂമും അതുപോലെ ലിവിങ് സ്പേസും ബാക്കി കിച്ചണൊക്കെ കൊടുത്തിരിക്കുന്നത്. അതെന്ത് വാസ്തുവായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാസ്തുവിദ്യ അനുസരിച്ചിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ട് നമ്മൾ കോർട്ട്യാർഡ് നടുമുറ്റം വരുന്നത് വീടിൻ്റെ ബ്രഹ്മത്തിൽ വരണം. അതിനകത്ത് നേരെ തന്നെ ഇത് കിഴക്ക് പടിഞ്ഞാറുള്ള ആ ഒരു മധ്യസൂത്രം അത് കടന്നു പോകുന്ന സ്ഥലത്ത് നമുക്ക് മെയിൻ ഡോറും അതിന്റെ നേരെ ബാക്കിൽ ഇവിടെ മെയിൻ റോഡ് അതിന്റെ ചേർന്ന് പടിപ്പുര. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വാസ്തുവിദ്യയുടെ നിയമങ്ങളാണ് അനുസരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഇങ്ങനെയുള്ള ഒരു നമുക്ക് ഒരു ശാസ്ത്രീയ അടിത്തറയുള്ള ഒരു വീട് പണിയുമ്പോൾ ഈ വീട്ടിനകത്ത് നമുക്ക് ആ ഏറ്റവും എനർജി ഊർജം കിട്ടും. അപ്പോൾ നമ്മളെ വീട്ടിനകത്തുള്ള അന്തരീക്ഷം അത്രയും നന്നായി വരികയും വീട്ടിൻ്റെ ഐശ്വര്യം വർദ്ധിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഈ വീട്ടിൻ്റെ അനുഭവം എടുത്ത് നോക്കുമ്പോഴേ അത് മനസ്സിലാവും.
ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഈ വീട്ടിൻ്റെ കോർട്ട്യാർഡ് നടുമുറ്റം. അപ്പോൾ ഈ നടുമുറ്റത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലായി നമുക്ക് ഈ പ്രകൃതിയും അന്തരീക്ഷവും വീട്ടിനകത്ത് കയറിയാൽ നമുക്ക് അത് അനുഭവപ്പെടുന്നു. അപ്പോൾ ചുറ്റും ഒരു അങ്കണമുണ്ട്, അതിന് നടുമുറ്റമായി. അതിന് ചുറ്റുമാണ് നമ്മുടെ ബെഡ്റൂമെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഊണ് കഴിക്കാനുള്ള ഊൺതല അതിൻ്റെ തൊട്ടടുത്തായിട്ടുണ്ട്, അതിനോട് ചേർന്ന് കിച്ചൺ. അപ്പോൾ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യം, പ്രൈവസി, എന്നാൽ നമുക്ക് എല്ലാ വീട്ടിലുള്ള അംഗങ്ങളുമായിട്ട് ഒരുമിച്ചൊക്കെ ഇരുന്ന് കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ഉള്ള അങ്ങനെയുള്ള ഒരു വീട് അതാണ് നമ്മൾ ഈ പഴയ നാലുകെട്ടത്തിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. ഈ വീടിൻ്റെ ഡൈനിങ് റൂമിൻ്റെ അടുത്തായിട്ടാണ് കിച്ചൺ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിച്ചനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് ആൻറ്റിയോട് ചോദിക്കാം. ആൻറ്റിക്ക് എന്തൊക്കെ ആവശ്യങ്ങളായിരുന്നു കിച്ചനെ പറ്റി പറഞ്ഞത്? ചെറിയൊരു കിച്ചണായിരുന്നു എൻ്റെ മനസ്സിലുള്ളത്, അതുകൊണ്ട് വളരെ ചെറിയൊരു ക്രമീകരണം. അത് നമുക്ക് വൃത്തിയാക്കാനും എളുപ്പമാണ്. അതെ 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 അതെ. ആൻറ്റി വേറെ എന്തൊക്കെ ഫെസിലിറ്റീസ് വേണമെന്നായിരുന്നു ആൻറ്റിയുടെ ആഗ്രഹം? ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കാനൊരു കബോർഡ് വേണമായിരുന്നു, പിന്നെ കുക്കിംഗ് റേഞ്ച്, എല്ലാം എൻ്റെ ഇഷ്ടപ്രകാരം. വളരെ കുറച്ച് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എല്ലാം വെക്കാം. വർക്ക് ഏരിയയിലും ഇതേ സൗകര്യങ്ങൾ തന്നെ വർക്ക് ഏരിയയിലും കൊടുത്തിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂം എവിടെയാണ്? ഇതിന് നമ്മുടെ ഈ വീടിനെ സംബന്ധിച്ച് മാസ്റ്റർ ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇതാണ്. അപ്പോൾ ഇതിന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ അറയിനരിയോട് ചേർത്തുള്ള ആ ഒരു പോർഷൻ, പഴയ ഒരു തറവാടിരുന്ന വീടായതുകൊണ്ട് അതിനോട് ചേർത്ത് ഉള്ള സ്ഥലത്ത് തന്നെയാണ് അതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിലവിലുണ്ടായിരുന്ന ഒരു അറയിനരയും അതിനോട് ഉൾപ്പെടുത്തിയാണല്ലോ ഈ വീട് പണിതിരിക്കുന്നത് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു പോർഷനാണ് ഈ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മാസ്റ്റർ ബെഡ്റൂം ഇവിടെ നമ്മൾ ക്രമീകരിക്കാനുള്ള ഒരു പ്രധാന കാരണം. അപ്പോൾ അതിനോട് ചേർന്ന് വേണമെന്നുള്ള ഒരു താല്പര്യത്തിൽ നമുക്ക് ആ പൂജാമുറിയും ഈ കാണുന്ന പോർഷൻ അങ്ങനെയാണ് നമ്മളത് അതാണ് ഈ ബീം കൊടുത്തിട്ട് നമ്മൾ ആ കൺസ്ട്രക്ഷൻ ഇങ്ങനെ ചെയ്യാൻ കാരണം. അപ്പോൾ ഏറ്റവും അവർക്ക് താല്പര്യത്തോടുകൂടി ചെയ്ത ഒരു നല്ല ബെഡ്റൂം, അത് ഏറ്റവും ലളിതവും മനോഹരമായിട്ട് നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. സാർ, ഈ വീടിന് എത്ര ഫ്ലോറാണുള്ളത് ശരിക്കും? ആക്ച്വലി ഇത് ഒരു ഫ്ലോർ ഒരു നിലയായിട്ടാണ് പണിതിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ ഈ സ്റ്റെയർ കേസ് ഇങ്ങനെ കൊടുത്തിട്ട് മുകളിൽ ഒരു അല്പം ഹൈറ്റ്, ഈ സാധാരണ നമ്മൾ വടക്ക് പടിഞ്ഞാറ് ഭാഗം ഉയർത്തി ചെയ്യണം എന്നുള്ള ശാസ്ത്രവിധി പ്രകാരം നമ്മൾ അതിന് മുകളിൽ ടെറസിൽ പോകാനായിട്ട് ഒരു സ്റ്റെയർ കേസ് റൂം പണിത് അതിനെ നമ്മളൊരു വർക്കാക്കി ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സെക്കൻഡ് ഫ്ലോറിലും തേർഡ് ഫ്ലോറിലും ഒന്നും അതിൽ പ്രത്യേകിച്ച് റൂംസ് ഒന്നുമില്ല. ഒറ്റ ഫ്ലോറാണ് നമ്മളെ ബിൽഡിംഗ് ടോട്ടലി വന്നിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ് നമ്മുടെ ശരിക്കും റൂംസ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് മറ്റേ സ്റ്റെയർ കേസ് റൂമും അതിന്റെ അവിടെ മുകളിൽ നമുക്ക് കുറച്ച് ലിവിങ് സ്പേസ് ഉണ്ട്. അത് നമുക്ക് എന്തെങ്കിലും മൾട്ടിപർപ്പസ് പലപ്പോഴും ചിലപ്പോൾ തോന്നും 2 നിലയുള്ള വീടാണെന്ന് തോന്നുന്നു. പക്ഷെ ഒരു നിലയുള്ള വീടാണ് അത്. മുകളിൽ സ്റ്റെയർ കേസിന്റെ ഒരു പോർഷൻ മാത്രം നമ്മൾ ഉയർത്തി ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതുപോലെ സ്റ്റെയർ കേസിന്റെ ഒരു ഷേപ്പും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഒരു സ്പൈറൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കയറാനും, അത് മാത്രമല്ല അതിന്റെ പിന്നെ ഹാൻഡിൽ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഒരു മോഡേൺ ലുക്ക് വരത്തക്ക രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്.
പലർക്കും വീടിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും സങ്കല്പങ്ങളും പലതാണ്. ആ കൂട്ടത്തിൽ സിനിമ സീരിയൽ താരം സോന നായർക്ക് തൻ്റെ വീടിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും സങ്കല്പങ്ങളുമുണ്ട്. അതെന്താണെന്ന് നമുക്ക് അവരിൽ നിന്ന് തന്നെ അറിയാം. എൻ്റെ സങ്കല്പത്തിലുള്ളൊരു വീട് എന്ന് പറയുമ്പോൾ പക്ക ഒരു ട്രഡീഷണൽ വീടായിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര, നിറയെ തൂണുകളുള്ള നല്ല പഴയ ഓട് പാകിയ, അകത്ത് നിറയെ വെളിച്ചമുള്ള, നിറയെ കാറ്റും വെളിച്ചമൊക്കെ കയറുന്ന വിശാലമായ ഒരു ക്യൂട്ട് ഹൗസ്. അതാണ് എൻ്റെ സ്വപ്നത്തിലെ വീട്. അങ്ങനെ ഒരു വീട് ഞാൻ പണിതുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം എൻ്റെ സ്വപ്നത്തിലെ വീട് എന്ന് പണി തീരും എന്ന് എനിക്ക് ഉറപ്പില്ല. അതിൻ്റെ ഒരു പണി ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷെ അതൊരു വലിയ സംഭവമൊന്നുമല്ല. എന്നാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ കാഴ്ചപ്പാടുകളുണ്ട് വീടുകൾ. പിന്നെ വാസ്തുവിൻ്റെ കാര്യത്തിലൊക്കെ എനിക്ക് വളരെ വളരെ ഭയങ്കരമായിട്ട് ഞാൻ കൂടുതലും ഡീപ്പായിട്ടൊക്കെ പോകുന്ന വ്യക്തിയാണ്. വാസ്തുവിനെ കുറിച്ച് ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലെ വാസ്തുവിൻ്റെ രീതികൾ അത്രയും ഞാനാണ് ചെയ്തത്. പക്ഷെ അത് വളരെ വലിയ വാസ്തു വിദഗ്ധരെ കാണിച്ചപ്പോൾ ഗംഭീരമായിട്ടുണ്ടെന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ വിധി പോലെ, എന്തൊക്കെയാണ് സംഭവിക്കുന്നതൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ വാസ്തുവിൽ ഞാൻ അങ്ങേയറ്റം എനിക്ക് ഇതാണ്, അതിലൊക്കെ വിശ്വാസമുണ്ട്. ദൈവം, ജ്യോത്സ്യം, എല്ലാത്തിലും. അപ്പം അതുപോലെ തന്നെ ആ വീടും അങ്ങനെ വരും എന്നുള്ളൊരു വിശ്വാസമാണ്. ജുവൽ ഹോംസ് ഡ്രീം ഹോമിൽ ഇനി ഗൃഹനിർമ്മാണം. വീടിൻ്റെ കോൺക്രീറ്റ് നിർമ്മാണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ ഈ RCC അല്ലെങ്കിൽ റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ ചെറിയ ഒരു അറിവ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ആദ്യം തന്നെ ഈ RCC എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ട് കാണുന്നത് സിമെൻറ്റും കമ്പിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കോഴ്സ് അഗ്രിഗേറ്റും ഫൈൻ അഗ്രിഗേറ്റ്സും, മണലും മെറ്റലും സിമെൻറ്റും കൂടെ ചേർന്ന് കമ്പിയും കൂടെ ചേർത്ത് ഒരു രൂപത്തിലാക്കി എടുക്കുമ്പോൾ കോൺക്രീറ്റ് ആയിട്ട് മാറുന്ന RCC സ്ലാബോ ബീമോ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ടെക്നിക്കലി അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ നമ്മൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇതിൻ്റെ മെറ്റീരിയൽ തിരഞ്ഞെടുക്കുന്നതും അതിൻ്റെ മിക്സിങ്ങും അതിൻ്റെ ക്യൂറിങ് ടൈമും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതിൽ ആദ്യമായിട്ട് ഈ സിമെൻറ്റ് കോൺക്രീറ്റിന് നമുക്ക് അതിൻ്റെ പാർട്ടായിട്ട് തിരിക്കാം. ഒന്ന്, അതിൻ്റെ സ്ട്രെങ്തിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഈ കോൺക്രീറ്റിനെ സംബന്ധിച്ച് കംപ്രസീവ് സ്ട്രെങ്തും അതേസമയം സ്റ്റീലിനെ സംബന്ധിച്ച് ടെൻസൈൽ സ്ട്രെങ്തുമാണ് നമ്മൾ അതിനകത്ത് കാണുന്നത്. ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് RCC എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ മെറ്റീരിയൽ തിരഞ്ഞെടുക്കുമ്പോഴും ഇതിന് പ്രാധാന്യമുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ അതിൻ്റെ മെറ്റീരിയൽ സെലക്ഷൻ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് മെറ്റല്, സാൻഡ്, സിമെൻറ്റ്, സ്റ്റീല്. അപ്പോൾ മെറ്റൽ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് സാധാരണ കോൺക്രീറ്റിന് സാധാരണയായിട്ട് നമ്മൾ ജനറലായിട്ട് യൂസ് ചെയ്യുന്നത് RCCക്ക് ഉപയോഗിക്കുന്നത് 20 mm മെറ്റലാണ്. അത് ആ മെറ്റൽ തിരഞ്ഞെടുക്കുമ്പോഴും അതിൽ പ്രത്യേക ശ്രദ്ധ വേണം. അപ്പോൾ ഈ 20 mm മെറ്റൽ എന്ന് പറയുമ്പോൾ അത് ബ്ലാക്ക് കളറിലും വൈറ്റ് കളറിലും നമുക്ക് കിട്ടുന്നുണ്ട്. കൂടുതലും ഏറ്റവും നല്ലത് ബ്ലാക്ക് കളറിലുള്ള ബ്ലൂയിഷ് മെറ്റലാണ്. അത് അത്യാവശ്യം ചില സമയത്ത് നമുക്ക് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് വൈറ്റിലേക്ക് പോകുന്നത്. കഴിവതും നമ്മൾ കോൺക്രീറ്റിന് ബ്ലാക്ക് മെറ്റൽ, ബ്ലൂയിഷ് കളറിലുള്ള മെറ്റലായിരിക്കും ഏറ്റവും നല്ലത്. രണ്ടാമത് സാൻഡ് തിരഞ്ഞെടുക്കുമ്പോഴും റിവർ സാൻഡാണ് കോൺക്രീറ്റിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. റിവർ സാൻഡിൽ തന്നെ അഴുക്കില്ലാത്ത രീതിയിലുള്ള സാൻഡ്, മണൽ നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം. പിന്നെ അതിനെ കുറച്ചുകൂടി നമുക്ക് പാറ ഉപയോഗിക്കാം. കാരണം മണലിൻ്റെ ഒരു ലഭ്യത വളരെ കുറഞ്ഞിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് അത് പാറപ്പൊടി, മണലിനെ വാഷ് ചെയ്തിട്ട് കിട്ടുന്ന എംസാൻഡ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതിലും തെറ്റില്ല. നമ്മളിന്ന് മാർക്കറ്റിൽ ഈ കോൺക്രീറ്റിന് ഉപയോഗിക്കുന്ന കമ്പി ടോർ സ്റ്റീൽ എന്നറിയപ്പെടുന്ന കമ്പിക്ക് പിരിയൻ കമ്പി, നമ്മൾ സാധാരണ പറഞ്ഞ പിരിയൻ കമ്പി എന്ന്, ആ കമ്പിയെ തന്നെ പല രീതിയിൽ കിട്ടുന്നുണ്ട്. അതിൽ ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി കുറഞ്ഞതുമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതിൽ ഈ ടോർ സ്റ്റീലിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ ട്വിസ്റ്റിങ് ഇതുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഉള്ളത് കാരണം ഇതിൻ്റെ ബോണ്ടിങ് സ്ട്രെസ് വളരെ നമുക്ക് ആക്റ്റീവായിട്ട് കിട്ടും. അപ്പോൾ അത്തരം കമ്പികൾ നമ്മൾ തിരഞ്ഞെടുക്കണം. പിന്നെ രണ്ടാമത് വരുന്ന അതിൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. ഒന്ന്, നമ്മൾ സാധാരണ കിട്ടുന്ന ടോർ സ്റ്റീലിൽ റീറോൾഡ് കമ്പികൾ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അതേസമയം ഇന്ന് മാർക്കറ്റിൽ കൂടുതൽ അറിയപ്പെടുന്ന കുറച്ച് നല്ല ക്വാളിറ്റിയാണ് TMT കമ്പി എന്നറിയുന്ന തെർമലി മെക്കാനിക്കൽ ട്രീറ്റഡ് കമ്പികൾ. അത് വളരെ ക്വാളിറ്റി ഉള്ളതാണ്.
അല്പം വില വ്യത്യാസത്തിൽ 1-2 രൂപയുടെ വില വ്യത്യാസം മറ്റതിനെ സംബന്ധിച്ച് കൂടുതലാണെങ്കിലും മൊത്തത്തിൽ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു വീടിൻ്റെ പണി തീരുമ്പോൾ ഏതാണ്ട് 20% ഇത്തരം കമ്പികൾ ഉപയോഗിക്കുന്നത് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയും. കാരണം അതിനുള്ള പ്രത്യേകത, ഒന്ന് അതിൻ്റെ ഡയമീറ്റർ കൃത്യമായിരിക്കും, രണ്ടാമത് അതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ മറ്റുള്ളതിനെ അപേക്ഷിച്ച് നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് വളരെ കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ നമുക്ക് വില കൂടുതലാണെങ്കിലും ടോട്ടൽ കൺസ്ട്രക്ഷനിൽ ഒരു 20% ലാഭം ഈ TMT കമ്പികൾ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് സാധ്യമാകും. മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് സിമൻ്റാണ്. സിമൻറ്റ് തിരഞ്ഞെടുക്കുമ്പോഴും ഇതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വസ്തുതകളുണ്ട്. അതിൽ സിമൻറ്റ് നമ്മൾ സാധാരണ എന്ന് പറയപ്പെടുന്നത് പോർട്ട്ലാൻഡ് സിമൻറ്റും ആണ് നമ്മൾ കൂടുതലായിട്ട് കോൺക്രീറ്റിന് ഉപയോഗിക്കുന്നത്. അതിനെ നമ്മൾ OPC എന്നും PPC എന്ന് 2 കാറ്റഗറി ആയിട്ട് നമ്മൾ അറിയപ്പെടുന്നുണ്ട് ജനറലായിട്ട്. അതിൽ OPC എന്ന ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റും PPC എന്ന പൊസോൾന പോർട്ട്ലാൻഡ് സിമെൻറ്റുമാണ്. അപ്പോൾ കോൺക്രീറ്റിന് ഏറ്റവും നല്ലത് OPC ആണ്. അതേസമയം പ്ലാസ്റ്ററിങ് അതുപോലുള്ള കൂടുതൽ സമയം വേണ്ടി വരുന്നതിന് PPC എന്ന് പറഞ്ഞാൽ പൊസോൾന പോർട്ട്ലാൻഡ് സിമെൻറ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കോൺക്രീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഇതിൻ്റെ ഒരു കോൺക്രീറ്റിൻ്റെ പ്രത്യേക സ്വഭാവം എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ വരുന്ന അരമണിക്കൂർ അതിൻ്റെ ഇനിഷ്യൽ സെറ്റിംഗ് ടൈമും പിന്നെ വരുന്ന 10 മണിക്കൂർ ഫൈനൽ സെറ്റിങ്ങിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ 10 മണിക്കൂർ കഴിഞ്ഞാൽ കോൺക്രീറ്റ് ഈർപ്പം കൊടുത്ത് നനയ്ക്കുന്ന ഒരു രീതിയിൽ നമ്മൾ അല്പം പോലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. അപ്പോൾ കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് ഒരു 7 ദിവസത്തോളം തുടർച്ചയായിട്ട് വെള്ളം കെട്ടി നിർത്തത്തക്ക സംവിധാനം നമ്മൾ ചെയ്തിരിക്കണം.